ഹലോ, ഇന്നത്തെ ടോപ്പിക് ടെക് നെക്കിനെ പറ്റിയാണ്. ടെക് നെക്ക് എന്താ? അതായത് നമ്മൾ കുറെ നേരം മൊബൈൽ ഇങ്ങനെ നോക്കുമ്പോ തല ഇങ്ങനെ ബെൻഡ് ആക്കി നോക്കുമ്പോ വരുന്നൊരു കണ്ടീഷൻ ആണിത്. ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ യങ് ആൾക്കാർക്ക് എസ്പെഷ്യലി പിള്ളേർക്ക് കുറെ നേരം കഴുത്ത് ഇങ്ങനെ വന്നാൽ എല്ലിനെ ഇത് ബാധിക്കാൻ തുടങ്ങും. സോ ഇന്നത്തെ ടോപ്പിക് അതിനെപ്പറ്റി സംസാരിക്കാനാണ്. നമുക്ക് ആദ്യം നോർമൽ ആയിട്ട് നമ്മളുടെ ബോൺസിനെ പറ്റി, നമ്മുടെ കഴുത്തിന്റെ ബോൺസിനെ പറ്റി ഒന്ന് സംസാരിക്കാം. നമ്മുടെ നോർമൽ അനാറ്റമി ലെഫ്റ്റ് സൈഡിൽ നോക്ക്. നമ്മളുടെ എല്ലാവരുടെ കഴുത്തില് ഒരു ചെറിയൊരു കർവേച്ചർ ഉണ്ട്, കണ്ടോ? നമ്മൾ കുറെ നേരം കുമ്പിട്ട് ആ കർവ് നേരെയാവാൻ പാടില്ല. നേരെയായാൽ നമ്മളെ തലയുടെ ഭാരം ഓവറായിട്ട് ലോഡിങ് വരാൻ തുടങ്ങും എല്ലിന്റെ ഇടയിൽ. അപ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. നമുക്ക് ഈ പിക്ചർ നോക്ക്. നോർമലി നമ്മൾ നേരെ ഇരിക്കുമ്പോൾ നമ്മളെ തലയ്ക്ക് ഏകദേശം ഒരു 4.5 അല്ലെങ്കിൽ 5 കിലോ ഉണ്ട്. നമ്മളൊരു 15 ഡിഗ്രി ഒന്ന് കുമ്പിട്ടാൽ മതി, അത് ഏകദേശം 10 കിലോ. അതായത് നമ്മളുടെ തലയുടെ ഫോഴ്സ്, വെയിറ്റ് നേരെ വെച്ച് നോക്കുമ്പോൾ ഒരു 15 ഡിഗ്രി കുമ്പിട്ടാൽ മതി, അതിന്റെ ഏകദേശം 2 ഇരട്ടി ലോഡിങ് വരും. 30 ഡിഗ്രി ഏകദേശം 20 കിലോ ഫോഴ്സ് വരും. ഓൾ ദി വേ അപ് ടു 60 കിലോ, ഏകദേശം 30 കിലോ ഫോഴ്സാണ്. സോ 60 ഡിഗ്രി ഞാൻ ഇങ്ങനെ ഇരുന്നാൽ എൻ്റെ തലയുടെ മുകളിൽ ഒരു 60 കിലോ ലോഡ് എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നാൽ ഒരു 5-6 മണിക്കൂർ എല്ലാ ദിവസവും ഇരുന്നാൽ 60 കിലോ ആയിട്ട് എന്താ പറ്റുക? അതാണ് ഇതിന്റെ ഈ ഇഷ്യൂ. സോ നമുക്ക് ഊഹിക്കാൻ പറ്റാം ഇതിന്റെ സയൻസ് എന്താ. ഏറ്റവും കോമൺ സൈൻ സിവിയർ നെക്ക് പെയിൻ. കുറെ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴുത്തിലും അപ്പർ ബാക്കിലും പെയിൻ വരാൻ തുടങ്ങും. പിന്നെ സെക്കൻഡ്, ഹെഡ് ഏക്ക്, തലവേദന വരും. എസ്പെഷ്യലി ഈ സൈഡിൽ ഒരു ഫീലിംഗ് ഓഫ് ടൈറ്റ്നെസ് ഉണ്ടാവും. നമ്മൾ ഷോൾഡറുടെ ഈ ഏരിയയിലും തലയുടെ ഈ ഭാഗവും. കുറെ നേരം ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ നേരെ നിൽക്കാൻ നോക്കുമ്പോൾ മസിൽ സ്റ്റിഫായ കാരണം പെയിൻ ഭയങ്കരമായിട്ട് കൂടും. സോ കോൺസ്റ്റന്റ് ഹെഡ് ഏക്സ്. നമുക്ക് വീട്ടിലൊരു ചെറിയ ടെസ്റ്റ് ഉണ്ട്, ഉണ്ടെന്ന് അറിയാനോ? ഈ പിച്ച് നോക്കിയാൽ മതി. ഇതാണ് ഈ വാൾ ടെസ്റ്റ് എന്ന് പറയാം. നമ്മൾ ബാക്ക്, ബട്ടോക്സും ഷോൾഡേഴ്സും ഹെഡും ഒരു വാളിന്റെ സൈഡിൽ നിൽക്കുക. നമ്മളുടെ തലയുടെ ബാക്ക് സൈഡ് ചിൻ പൊന്തിക്കാതെ തന്നെ മുട്ടണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ സാധാരണ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചെവിയും ഷോൾഡറും ഒരു ലൈനിലാവണം. നമുക്ക് എങ്ങനെ ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മുടെ മൊബൈൽ ഡിവൈസ് നമ്മളുടെ കഴുത്തിൻ്റെ ലെവലിലാവണം. ഒരിക്കലും ഇങ്ങനെ ആവരുത്. പിന്നെ എക്സസൈസസ് ഉണ്ട്, ചിൻ ടക്സ്, പെക്ടറൽ സ്ട്രെച്ച് അല്ലെങ്കിൽ സ്കാപ്പുലർ സ്ക്വീസസ്. ഇത് ചെയ്താൽ നമ്മൾ ഈ മസിൽസ് ഇങ്ങനെ ലൂസ് ആവാൻ തുടങ്ങും. ഇത് എപ്പോഴാണ് ഇത് പ്രോബ്ലമായി വരാം? ചില ആൾക്കാർക്ക് ഇത് കോൺസ്റ്റന്റ് പെയിൻ വരും, എസ്പെഷ്യലി ഹെഡ് ഏക്ക് ആയിട്ട് വരും. ഉറങ്ങാൻ ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ഏറ്റവും ഡേഞ്ചറസ് സംഭവം, എസ്പെഷ്യലി ഡോക്ടർ കാണുന്ന ഒരു വിഷയം ഇതാ, അതായത് കൈയിലേക്ക് ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരും. ദാറ്റ് മീൻസ് അത് ഡിസ്ക് ബാധിച്ചെന്ന് അർത്ഥം. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഡെഫിനറ്റ്ലി നമ്മൾ ഇരിക്കുന്ന രീതിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മൊബൈൽ നോക്കുന്നത് തെറ്റല്ല, പക്ഷെ ഒരു ലോങ് ടൈം 5-6 മണിക്കൂർ ഇങ്ങനെ റീൽസ് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് ഡേഞ്ചറസ് ആണത്. എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, നമ്മൾ പോസ്റ്റർ ശ്രദ്ധിക്കുക. താങ്ക് യു. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.